ഗൈസ് എല്ലാവർക്കും വീട്രാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് പൈസ കൊടുത്ത് പഠിച്ചാൽ മാത്രമാണോ സക്സസ്ഫുൾ ട്രേഡർ ആകാൻ പറ്റുള്ളൂ, അതോ നമ്മൾ യൂട്യൂബിൽ നോക്കി ഫ്രീ ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് ഒരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ പറ്റുമോ എന്ന നിങ്ങളുടെ ഡൗട്ടാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നമുക്കറിയാം ഇവിടെ ഒരുപാട് ട്രേഡിംഗ് കോഴ്സ് പഠിപ്പിച്ചു കൊടുക്കുന്നവർ ഇപ്പോൾ അവൈലബിൾ ആണ്. ഓക്കെ, ഓഫ്ലൈനിലായിട്ടും ഓൺലൈനിലായിട്ടും പല തരത്തില് നമുക്ക് ട്രേഡിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോ അത് കൂടാണ്ട് തന്നെ സ്ട്രാറ്റജീസ് സെല് ചെയ്യുന്നുണ്ട്, നമുക്ക് കോളാം ടിപ്സ് സെല് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ വേണ്ടി പോകുന്നത്, നമ്മളൊന്നും ഇതുപോലുള്ള കോൾ ടിപ്സിലും അതുപോലെ തന്നെ സ്ട്രാറ്റജി പെട്ടെന്ന് പോയിട്ട് ഒരു സ്ട്രാറ്റജി പൈസ കൊടുത്ത് മേടിക്കുന്നതിലും അതിനകത്തൊന്നും നിങ്ങൾ പോയി ചാടരുത്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ മനസ്സിലാവും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോയിലൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ ഇപ്പോ ഫസ്റ്റ് ട്രേഡിങ്ങിലോട്ട് വരുന്നവർക്ക് ഒരു രണ്ട് മൂന്ന് പല മൈൻഡ് സെറ്റ് കൊണ്ട് വരുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഞാനത് കുറച്ച് ആൾക്കാരെ ഞാൻ പറഞ്ഞുതരാം. അതായത് ട്രേഡിങ്ങില് നമുക്ക് പ്രോപ്പറായിട്ട് പഠിച്ചിട്ട് ട്രേഡിങ് പ്രോപ്പറായിട്ട് പഠിച്ച് അതിനകത്ത് നിനക്ക് പ്രോഫിറ്റ് മേക്ക് ചെയ്യണം. ഓക്കെ, അതിനകത്ത് പ്രോഫിറ്റ് കണ്ടിന്യൂസ് ഒരിക്കലും ട്രേഡർ ഒരു കരിയർ ആയിട്ട് എടുക്കണം എന്ന് വിചാരിച്ചിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, അതൊരു കാറ്റഗറിയാണ്. പിന്നത്തെ കാറ്റഗറിയാണ് നമുക്ക് ട്രേഡിങ്ങിനൊന്നും സമയം സ്പെൻഡ് ചെയ്യാനില്ല, അത് പഠിക്കാനൊന്നും ടൈം സ്പെൻഡ് ചെയ്യാനില്ല. അതുപോലെ തന്നെ നമുക്ക് ഒരു ഡെയിലി ഒരു 500-1000 നമുക്ക് മാർക്കറ്റിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റണം. അതുപോലുള്ള ടീംസ് ആണ് നേരെ ഈ കോളാം ടിപ്സിലോട്ടും അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് ബൈ ചെയ്യുന്നതിലൊക്കെ പോകുന്നത്. അപ്പൊ അവർക്ക് ട്രേഡിങ്ങിനെ പറ്റി ഒരു ഐഡിയ കാര്യങ്ങളോ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, എങ്ങനെയാണ് ആ ട്രേഡിനെ ഫേസ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്നും അവർക്കറിയില്ല. അവരൊരു സ്ട്രാറ്റജീസ് ബൈ ചെയ്തു. ഓക്കെ, സ്ട്രാറ്റജി ബൈ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഒരുപാട് സ്ട്രാറ്റജീസ് ഇപ്പോൾ നമുക്ക് നമ്മുടെ യൂട്യൂബിൽ നോക്കിയാൽ ഒരുപാട് സ്ട്രാറ്റജീസ് അവൈലബിൾ ആണ്. അതേ സ്ട്രാറ്റജി ചിലപ്പോൾ അതന്നെ ആയിരിക്കും ഇപ്പുറത്ത് പൈസ കൊടുത്തിട്ട് 5000-നും 10,000-നും വിൽക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് യൂട്യൂബിലോട്ട് നമുക്ക് രണ്ടാമത് വരാം. ഫസ്റ്റ് നമുക്ക് ഈ കോഴ്സിന്റെ ഇതിനകത്തോട്ട് വരാം. ഓക്കെ, അപ്പോ ഈ ഒരു സ്ട്രാറ്റജി മേടിക്കുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ഒരു സെറ്റപ്പ്, ഒരു ട്രേഡിംഗ് സെറ്റപ്പ് നമ്മൾ മേടിക്കുന്നു. ആ ഒരു സെറ്റപ്പ് നമ്മൾ ട്രേഡ് എടുക്കുന്നു. അതിനകത്ത് ഒരു 99% അല്ല 100%-ഉം ലോസ് ആണ് മേക്ക് ചെയ്യാറ്. കാരണം ഇവിടെ ട്രേഡിങ് 2-3 കൊല്ലം പഠിച്ചിട്ട് ആൾക്കാർ ട്രേഡ് ചെയ്തിട്ട് ലോസ് മേക്കുന്നത്. ഇപ്പം ഈ ഒരു ട്രേഡിങ്ങിനെ പറ്റി ഒന്നും അറിയാത്ത ആൾ പോയിട്ട് ഒരു സ്ട്രാറ്റജി ബൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും ലോസ് ആയിരിക്കും, പക്ഷെ ആ വിൽക്കുന്ന ആൾക്കാർക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോ നിങ്ങൾ ഒരിക്കലും ഒരു സ്ട്രാറ്റജിയോ ഞാൻ ബിഗിനറുടെ കാര്യമാണ് പറഞ്ഞത്. നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ ഒരു സ്ട്രാറ്റജിയോ ഒരു കോൾ ടിപ്സിലോ ഇതിനകത്തൊന്നും നിങ്ങൾ പോയി വീഴരുത്. അതുപോലെ തന്നെ ഒരു കോഴ്സും നിങ്ങൾ ബൈ ചെയ്യാൻ പാടില്ല. ഫസ്റ്റത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ നേരെ ഒരു യൂട്യൂബിൽ, ഓക്കെ, നിങ്ങൾക്ക് നിങ്ങൾ ഹിന്ദി അറിയുന്നവരാണെങ്കിൽ ഹിന്ദിയിൽ ഇഷ്ടം പോലെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ A to Z ട്രേഡിങ്ങിന്റെ പ്രോ ലെവൽ ക്ലാസ്സുകൾ ഹിന്ദിയിൽ അവൈലബിൾ ആണ് യൂട്യൂബിൽ. ഓക്കെ, മലയാളത്തിൽ അത്രത്തോളം യൂട്യൂബ് ചാനലും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ തമിഴിലും കുറവാണ്, കന്നഡത്തിലും കുറവാണ്. മലയാളത്തിൽ ഒരേ ഒരാളെ അങ്ങനെ ഡീറ്റെയിൽസ് ആയിട്ട് ട്രേഡിങ്ങിനെ പറ്റി A to Z കാര്യങ്ങൾ പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുള്ളൂ. അത് നമ്മുടെ ഷാരിഖ് ഷംസുദ്ദീൻ ആണ്. അയാളുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ട്രേഡിങ്ങിന്റെ A to Z കുറച്ച് പഴയ വീഡിയോ ആണ് വീഡിയോ. അത് തന്നെയാണ് ആ ഒരു ബേസിക് കാര്യങ്ങളാണ് ഇപ്പോഴും സ്റ്റോക്ക് മാർക്കറ്റ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. അത് ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 50 വീഡിയോസ് ഉണ്ട്, 56 അടുത്ത് വീഡിയോസ് ഉണ്ട്. ഓക്കെ, അപ്പം ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ട്രേഡിങ് എന്താണ്, ട്രേഡിംഗ് മാർക്കറ്റിൽ എന്താണ് നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അതിനുവേണ്ടി നമ്മൾ വീട്ടിൽ 50,000 അല്ലെങ്കിൽ 1,00,000 രൂപയും ഫീസ് കൊടുത്തിട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ഇതിലും ചില ടീംസ് ഉണ്ട് 5,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് കോഴ്സ് ഞാൻ പഠിപ്പിച്ചിട്ട് ഒന്നുമില്ല. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണും 1,500 രൂപയ്ക്ക് ഓഫ്ലൈൻ ട്രേഡിങ്. ഒന്നുമില്ല. അതൊക്കെ മേടിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് വെറും നഷ്ടമാണ്. അതിനകത്തൊന്നും പോയി വീണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ പോയി, അത്രേ ഉള്ളൂ. അതിനകത്ത് നിങ്ങൾക്ക് ഒരു കാര്യം പഠിക്കാനും പറ്റില്ല, അവരിട്ട് പഠിപ്പിച്ച് തരുകയില്ല. മനസ്സിലായി? അവർ ചിലപ്പോൾ ഒരു PDF അല്ലെങ്കിൽ ഒരു റെക്കോർഡ് വീഡിയോ അത് സെൻഡ് ചെയ്ത് തരും. ഒരു മണിക്കൂറായിരിക്കും. അത് നിങ്ങൾ നോക്കുക. അത് നിങ്ങൾ നോക്കിയിട്ട് ഒന്നും മനസ്സിലാവുകയില്ല. നിങ്ങൾ കുറച്ച് നിങ്ങളുടെ പൈസയും പോയി, നിങ്ങൾ പിന്നെ ആ ഒരു പൈസ നിങ്ങൾ ചോദിച്ചു പോവുകയില്ല. ഓക്കെ, ആ കോഴ്സ് സെല് ചെയ്തവന് പ്രോഫിറ്റും കിട്ടി. അപ്പം ഈ ഒരു 1,500, 2,000, ഈ ഒരു 10,000 ഇതിന്റെ ഈ കോഴ്സ് നിങ്ങൾ ബൈ ചെയ്യരുത്. ഓക്കെ,
ബൈ ചെയ്തതിന് മുന്നേ നിങ്ങൾക്ക് ബൈ ചെയ്യാം. അതെ, ഏത് സ്റ്റേജിലാണ് ബൈ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നിങ്ങൾ യൂട്യൂബിലോട്ട് പോവുക. ഓക്കെ, യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ ഷാരിഖിന്റെ വീഡിയോ നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾക്ക് വേറെ ലാംഗ്വേജ് അറിയില്ലാണെങ്കിൽ ഷാരിഖ് സംസുവിന്റെ വീഡിയോ തന്നെ നിങ്ങൾക്ക് എടുക്കാം. A-to-Z വീഡിയോ വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിനകത്ത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അങ്ങനെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ട്രേഡിങ്ങിന്റെ ബേസിക് നമ്മൾ പഠിച്ച് യൂട്യൂബ് നോക്കി പഠിച്ച്. ഓക്കെ, അപ്പൊ യൂട്യൂബ് നോക്കി പഠിച്ചിട്ട് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ട്രേഡിങ് ചെയ്യാൻ വേണ്ടി പോകുന്നവരായിരിക്കും ചിലപ്പോ പൈസ, എനിക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം, എനിക്ക് ഒരുപാട് പെട്ടെന്ന് പൈസ, അതായത് കുറെ വലിയ വലിയ ട്രേഡേഴ്സ് ഒക്കെ ഉണ്ട്, അവർ വലിയ അവരെ ലക്ഷറി ലൈഫ് സ്റ്റൈലെല്ലാം കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അവരെങ്ങനെയാണ് ലക്ഷറി ലൈഫ് സ്റ്റൈലിൽ എത്തിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കോഴ്സ് സെല്ലിങ്ങും, അവർക്ക് ട്രേഡിങ് മാത്രമല്ല വേറെ ട്രേഡിങ്ങിൽ നിന്ന് കിട്ടിയ പിന്നെ പല പല വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് അവർ ആ ഒരു ലെവലിൽ, അതായത് ട്രേഡിങ് മാത്രം ചെയ്തിട്ട് ഒരിക്കലും അവർക്ക് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ എത്താൻ വേണ്ടി പറ്റില്ല എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, അത് കണ്ടിട്ട് നമ്മളെ പോലത്തെ ബിഗിനർ ഒരിക്കലും അതിനകത്ത് കയറി ചാടി വീഴാൻ വേണ്ടി പാടില്ല. ഈ ഒരു മാർക്കറ്റിൽ നമ്മൾ ഇറങ്ങണം. ഈ ഒരു മാർക്കറ്റിൽ ഇറങ്ങിയാൽ മാത്രമേ അതിനകത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. അപ്പം അതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരെ ട്രേഡിങ്ങിന്റെ ബേസിക് കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു ട്രേഡ് ചെയ്യുക, എന്താണ് മാർക്കറ്റ് എന്നെല്ലാം പഠിച്ച് നമ്മൾ യൂട്യൂബ് നോക്കി പഠിച്ചാൽ മതി. നേരെ നമ്മൾ ട്രേഡിങ് ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി, ഒരു ബ്രോക്കറിന്റെ, ഇപ്പം ഈ കാണുന്ന ഒരു ബ്രോക്കറിന്റെ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ധനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ധനിൽ നിങ്ങൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ട്രേഡിംഗ് വ്യൂ ഒക്കെ ഫ്രീ ആയിട്ട് ട്രേഡിംഗ് വ്യൂ ഒരു ബ്രോക്കറും തരുന്നില്ല. പക്ഷെ ഈ ധൻ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും. ഇപ്പം ഇതിന്റെ ഈ കാണുന്ന ഈ സൈഡിൽ കാണുന്നത് നിങ്ങൾക്ക് ഓപ്പൺ ഇൻട്രസ്റ്റ് ആണ്. എവിടെയൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉണ്ട് നമുക്ക് ഈ ഒരു ചാർട്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പം ഈ ഒരു ഫെസിലിറ്റി ഈ ഒരു ധനാണ്. ഒട്ടുമിക്ക ഇപ്പം എല്ലാവരും ധനിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇതിന്റെ ഇന്റർഫേസും കാര്യങ്ങളൊക്കെ ബെസ്റ്റ് തന്നെ പറയാം. നമുക്ക് ഈസി ഇന്റർഫേസ് ആണ്. സ്കാൽപ്പിങ്ങിന് ഏത് ട്രേഡാണ് നിങ്ങൾ ചെയ്യുന്നത് ബെസ്റ്റ് ഇന്റർഫേസ് ആണ്. ട്രേഡിംഗ് വ്യൂവിൽ കിട്ടുന്ന എല്ലാ പ്രീമിയത്തിന്റെ ഇതും നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂവിൽ ചാർട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രോക്കറിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതായത് ഈ ഒരു ബ്രോക്കറിൽ നിങ്ങൾ ട്രേഡിംഗ് അക്കൗണ്ട് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ലിങ്കിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറി ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ബിഗിനർ എന്നല്ല, ഇപ്പൊ പ്രോ ലെവൽ ട്രേഡർ വരെ ഹിന്ദിയിലൊക്കെ നിങ്ങൾ ലൈവ് ട്രേഡിംഗ് സെക്ഷൻ അടിച്ചു നോക്കിയാൽ തന്നെ ധന് ബ്രോക്കറാണ് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്നത്. കാരണം ഇത് അത്രയ്ക്ക് നമുക്ക് സ്കാൽപ്പ് ചെയ്യാൻ എല്ലാത്തിനും ബെസ്റ്റ് ഒരു ബ്രോക്കർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ബിഗിനർ ആയിട്ട് ആരുണ്ടെങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ആക്കുന്നുണ്ടെങ്കിൽ ലിങ്ക് ചെയ്യാൻ താഴെ കൊടുക്കാം, നിങ്ങൾ അവിടെ കയറി ഓപ്പൺ ആക്കിക്കോ. ഓക്കെ, അപ്പൊ നമ്മൾ അക്കൗണ്ടിലേക്ക് വന്നു. അപ്പൊ നമ്മൾ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആക്കി. അപ്പൊ നമ്മൾ തന്നെ അക്കൗണ്ട് ഒക്കെ ഓപ്പൺ ആക്കി ഒക്കെ റെഡി ആക്കി വെച്ചു. ഇനി നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകണം. ഏതിനകത്താണ് ഫസ്റ്റ് ട്രേഡ് ചെയ്യേണ്ടത്? നിങ്ങൾക്ക് എല്ലാവരും പറയും സ്റ്റോക്കിലാണ് ട്രേഡ് ചെയ്യുന്നത് ഫസ്റ്റ് ട്രേഡ് ചെയ്യുന്നത്, ഇല്ലെങ്കിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാം. ഇങ്ങനെയൊന്നുമല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് ഓപ്ഷനിലും പോവാം. നോളജ് വേണം. വെറുതെ പോയിട്ട് ഓപ്ഷനിൽ പോയിട്ട്, അതായത് നെറ്റിലൊക്കെ പോയിട്ട് ട്രേഡ് വലിയ 1000 ലോട്ടിനൊക്കെ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ കൂടും. ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളം നമ്മൾ ചെറിയ ക്യാപിറ്റൽ നമുക്ക് ട്രേഡ് ചെയ്യാം. നിങ്ങൾ എല്ലാം പഠിച്ച് ബേസിക് ഒക്കെ പഠിച്ച് നിങ്ങൾ ഒരു അക്കൗണ്ട് ഓപ്പൺ ആക്കി നേരെ വന്ന് നിങ്ങൾ ഒരു 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുക. ഓക്കെ, മിനിമം ഒരു 10,000 രൂപ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ക്യാപിറ്റലായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഓക്കെ, ആ ഒരു ക്യാപിറ്റലായിട്ട് യൂസ് ചെയ്തിട്ട് ഇപ്പൊ നിഫ്റ്റിയിലെ അവസ്ഥ പറഞ്ഞാൽ 75, അത് ഒരു ലോട്ട് 1 ലോട്ട് മേടിക്കണമെങ്കിൽ 1 ലോട്ട് എന്ന് പറഞ്ഞാൽ 75 ക്വാണ്ടിറ്റി ആണ്. അത് മേടിക്കണം നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഒരു 100 പ്രീമിയം ആണ് മേടിക്കുന്നുണ്ടെങ്കിൽ 7,000 രൂപ നിർബന്ധമാണ്. അപ്പം ഇപ്പം ഫസ്റ്റ് ബിഗിനർ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്യാപിറ്റൽ കൂടുതൽ യൂസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മളിപ്പോൾ ഒരു 10,000 രൂപയ്ക്ക് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ 7,000 രൂപ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ എക്സ്ട്രാ ഒരു 15,000 രൂപയെങ്കിലും നിങ്ങൾക്ക് ക്യാപിറ്റലായിട്ട് വേണം. ഓക്കെ, അതായത് ഒരിക്കലും ഇത് ലോസ് ചെയ്യാൻ വേണ്ടിയല്ല, നമ്മൾ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഈ വെറും 15,000 രൂപയിൽ മേലെ പോകണമെന്ന് ഒരു നിർബന്ധമില്ല. 15,000 രൂപ, കാരണം നിങ്ങൾക്ക് ട്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും ലോസ് വരും. നമുക്ക് ആ ഒരു ലോസ് കൺട്രോൾ ചെയ്യാനും കൂടി പറ്റണം. അത് വലിയ ഇപ്പൊ 1000 ലോട്ടൊക്കെ മേടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ലോസ് ചെയ്യുമ്പോൾ ഒരു 10,000 ഒക്കെ ലോസ് വരുമ്പോൾ 5,000 ഒക്കെ ലോസ് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മുടെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആയി പോകും. അതാണ് പറഞ്ഞത് ചെറിയ ക്യാപിറ്റൽ ട്രേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ക്യാപിറ്റലൊക്കെ ആയിട്ട് വന്നു, നമ്മളൊരു എക്സാമ്പിൾ പറയാം, 15,000 രൂപ ക്യാപിറ്റലായിട്ട് വന്നു, നമ്മൾ ഒരു ലോണിൽ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റുക. ഓക്കെ, ഇതൊക്കെ തുടക്കക്കാരാണെങ്കിൽ നമ്മൾ ഒന്നും കണ്ണും പൂട്ടി ഒരുപാട് ട്രേഡുകൾ അങ്ങ് എടുക്കും. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം ഫസ്റ്റ് നമുക്ക് ഒരു നല്ലൊരു ട്രേഡിങ് സെറ്റപ്പ് വേണം. ഒരു ട്രേഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വന്നിട്ട് ട്രേഡ് ചെയ്തതല്ല,
ഒരു പ്രോപ്പർ സെറ്റപ്പ് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ യൂട്യൂബിൽ ഞാൻ പറഞ്ഞ ഈ ഒരു ഷാരിഖിന്റെ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുന്ന എല്ലാം ഒരു ഐഡിയ കിട്ടും, ഒരു സ്ട്രാറ്റജി, ട്രേഡിംഗ് സെറ്റപ്പ്. ഓക്കെ, ഇതൊക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ഷാരിഖിന്റെ ട്രേഡിംഗ് സെറ്റപ്പ് നിങ്ങൾ വേണ്ട, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വേണം, നിങ്ങൾ യൂട്യൂബിൽ അടിച്ചു നോക്കുക. ഈ ഇഷ്ടം പോലെ ബെസ്റ്റ് ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് അടിച്ചാൽ തന്നെ ഒരുപാട് ട്രേഡിംഗ് സെറ്റപ്പുകൾ യൂട്യൂബിൽ വരും, സ്ട്രാറ്റജീസ് വരും. ഓക്കെ, അത് ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചൂസ് ചെയ്യുക, അതിനകത്ത് ട്രേഡ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, ട്രേഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ലൈവ് എക്സ്പീരിയൻസ്, എന്താണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം ഇതൊക്കെ മനസ്സിലാവുമ്പോഴാണ് നമ്മൾ പ്രോപ്പർ ഒരു ട്രേഡർ എന്ന് നമുക്ക് ഫീൽ ചെയ്യാം. ഓക്കെ, മാർക്കറ്റിൽ ഇറങ്ങി കഴിയുമ്പോൾ. അപ്പൊ നമ്മൾ അങ്ങനെ ട്രേഡ് ചെയ്യും, നമുക്ക് ലോസും പ്രോഫിറ്റ് ഒക്കെ വരാൻ തുടങ്ങും. നമ്മൾ ഒരു സ്ട്രാറ്റജിയിൽ നമ്മൾ ഒരു ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് പല പല കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓരോ ദിവസം ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുന്നത്, നിങ്ങൾ ഇപ്പം ഒരു ട്രേഡ് എടുക്കുമ്പോൾ എന്റെ ലോസ് എന്ന് പറഞ്ഞാൽ 500 രൂപയാണ്. നിങ്ങൾ 500 രൂപ ലോസ് വന്നു കഴിഞ്ഞാൽ ആ ട്രേഡ് എക്സിറ്റ് ചെയ്തിരിക്കണം. ഓക്കെ, ഇതെന്ന് പറയുന്ന റിസ്ക് റിവാർഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒരു ട്രേഡിംഗ് സെറ്റപ്പ് എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജി. അതിന്റെ റിസ്ക് റിവാർഡ് എത്രയാണ്, ഓക്കെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഒരു ട്രേഡിംഗ് സെറ്റപ്പ്. അത് നിങ്ങളൊരു ബുക്കിനകത്ത് എഴുതി വെച്ചിട്ട് അത് മാത്രം ഫോളോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്കൊരു സക്സസ്ഫുൾ ട്രേഡർ ആകാൻ വേണ്ടി പറ്റുക. അതും ആ ഒരു സെറ്റപ്പിൽ നിങ്ങൾ 100 ട്രേഡിങ്ങിൽ എടുക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റ്, ട്രേഡിംഗ് മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഇനിയും അതായത് നമ്മൾ യൂട്യൂബ് നോക്കിയൊക്കെ ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ട്രേഡും ചെയ്ത് തുടങ്ങി. ഇനിയും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ വരും, പുതിയ ഡൗട്ട്. കാരണം യൂട്യൂബിൽ നമുക്ക് വീഡിയോസ് മാത്രമേ കാണാൻ പറ്റൂ. പക്ഷെ നമുക്ക് നേരിട്ട് ആ ഡൗട്ട് കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോഴാണ് നിങ്ങൾ കുറച്ചുകൂടെ നല്ലോണം ഒരു മിനിമം ഒരു 100 ട്രേഡെങ്കിലും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ട്രേഡിങ്ങിനെ പറ്റി ഒരു 60% നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് നടക്കുന്നത്. നമുക്ക് ശരിക്കും ഒരു ട്രേഡിംഗ് കോഴ്സ് കൊടുത്ത് പഠിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് അതിനകത്തൂടെ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, നിങ്ങൾക്ക് ട്രേഡിംഗ് റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്, കാരണം എല്ലാം യൂട്യൂബിൽ കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട്. നിങ്ങൾക്ക് അത് നിങ്ങളുടെ ഡൗട്ട് എന്താണ് യൂട്യൂബിൽ അടിച്ചു നോക്കിയോ, യൂട്യൂബിൽ കിട്ടും. ഓക്കെ, എന്നിട്ടും നിങ്ങൾക്കൊന്നും അങ്ങനെയൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെന്റർ സപ്പോർട്ട് ട്രേഡിംഗ് കോഴ്സ് അല്ല, മെന്റർ സപ്പോർട്ട് ചെയ്യാം. അതിന് ചെറിയ പൈസ വരുന്നുണ്ട്. മെന്റർ സപ്പോർട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മുടെ കോഴ്സ് 50,000 രൂപ കൊടുത്ത് കോഴ്സ് പഠിക്കുന്നതിലും ഇവിടെ നമ്മൾ 15,000 രൂപ കൊടുത്ത് ട്രേഡിംഗ് യൂട്യൂബ് നോക്കി നമ്മൾ ബേസിക് കാര്യങ്ങൾ ട്രേഡിംഗ് പഠിച്ചിട്ട് 15,000 രൂപ വരും. 15,000 രൂപ ഗ്യാപ്പിൽ നമ്മൾ ട്രേഡ് ചെയ്ത് പഠിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഓൾമോസ്റ്റ് നമ്മളൊരു 50,000 ട്രേഡ് ചെയ്ത് അത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ആ ഒരു ക്യാപിറ്റലിൽ ഒരു 50,000 അറൗണ്ട് നമുക്ക് ലോസ് ആവുമ്പോൾ തന്നെ എന്തായാലും ലോസ് ആവും. അത് 100%. നിങ്ങൾ ഏത് പ്രോ ട്രേഡറിന്റെ അടുത്ത് കോഴ്സ് എടുത്ത് ട്രേഡിംഗ് പഠിച്ചാലും ലോസ് ആവുന്ന 100% ഉറപ്പാണ്. അപ്പൊ നമ്മളൊരു 50,000 രൂപ മാർക്കറ്റിൽ നമ്മൾ ലോസ് ആക്കി, ഇല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ബൈ ചാൻസ് നമുക്ക് പ്രോഫിറ്റ് ആയിരിക്കും കിട്ടുക. പക്ഷെ ലോസ് ആക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ലോസ് ആയാൽ മാത്രമേ നമുക്ക് തെറ്റുകൾ മനസ്സിലാക്കിയിട്ട് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റൂ. ഓക്കെ, അതിനാണ് പറഞ്ഞത് ചെറിയ ക്യാപിറ്റൽ നമുക്ക് അഫോർഡ്, നമുക്ക് ലോസ് എടുക്കാൻ പറ്റുന്ന ക്യാപിറ്റൽ മാത്രം നമ്മൾ യൂസ് ചെയ്യുക. ഓക്കെ, ഒരിക്കലും ഒരു വലിയ ക്യാപിറ്റലൊന്നും നമുക്ക് ഫസ്റ്റ് ട്രേഡിങ്ങിൽ ഇടരുതെന്നാണ് എനിക്ക് ഫസ്റ്റ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പം ഇങ്ങനെ നിങ്ങൾ ട്രേഡാ. ഇനി നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും വേണം. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മെന്ററെ സജസ്റ്റ് ചെയ്യാം. ഒരു മെന്റർ സപ്പോർട്ട് ഇഷ്ടം പോലെ അവൈലബിൾ ആണ് കേരളത്തിലും. അപ്പം അവരെ നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് നല്ല മെന്റർ, അവരെ PNL കാര്യങ്ങളൊക്കെ നിങ്ങൾ വെരിഫൈഡ് PNL നിങ്ങൾ ഒരിക്കലും ഈ 4,000 5,000 അതായത് വലിയ പ്രോ ട്രേഡർ, അതായത് കോഴ്സുകളൊക്കെ സെല് ചെയ്യുന്ന ആളാണ് ഒരു മന്ത്ലിയൊക്കെ പ്രോഫിറ്റ് എടുക്കുന്നത് 4,000 രൂപ 5,000 രൂപ. അവരെ ഒന്ന് അടുത്ത് പോയിട്ട് നിങ്ങൾക്ക് വലിയ രീതിയിൽ പഠിക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ തന്നെ ഈ 4,000 5,000 രൂപയാണ് പ്രോഫിറ്റ് എടുക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ നല്ല PNL, നല്ല രീതിയിൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ മെന്ററായിട്ട് സെലക്ട് ചെയ്യാവുന്നത് ആണ്. ഓക്കെ, അവരോട് പോയിട്ട് നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതെന്തായി? ഇത്രയും ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ട്രേഡിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നതായിരിക്കും. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഓരോ ട്രേഡിലും ഓരോരോ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടാവും. ഇങ്ങനെയാണ്
ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിസിപ്ലിൻ ആയിട്ട് ഒരു സെറ്റപ്പ് ഒരു സ്ട്രാറ്റജി ആയിട്ട് ഫോളോ ചെയ്ത് ഒരു ഇൻഡെക്സ് ആയിട്ട് ട്രേഡ് ചെയ്ത്, അതായത് റിസ്ക് മാനേജ്മെന്റ്, ഡിസിപ്ലിൻ, ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് നമ്മൾ ട്രേഡ് എന്നെടുക്കാൻ തുടങ്ങുന്നു അന്നായിരിക്കും നമ്മൾ ഒരു സക്സസ്ഫുൾ ട്രേഡിലേക്ക് മാറുക. അതുവരെ നമ്മൾ അവിടെ ട്രേഡ് എടുക്കും, ഇവിടെ ട്രേഡ് എടുക്കും, ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ ഇവിടുന്ന് ഇത് കയറും, മനസ്സിൽ കാണുന്ന ട്രേഡ് നിങ്ങൾ എടുക്കാൻ പാടില്ല, നിങ്ങളെ സെറ്റപ്പിൽ കാണുന്ന ട്രേഡ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അതായത് നിങ്ങൾക്ക് മനസ്സിലായിരണം, ഇപ്പോൾ നിങ്ങൾ ഈ 50,000 കൊടുത്ത് ഈ 1 ലക്ഷം കൊടുത്ത് ട്രേഡിങ് പഠിക്കണം എന്നുള്ളത്. നിങ്ങൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇപ്പൊ ഈ യൂട്യൂബിൽ കിട്ടാത്ത ഒരു കാര്യം തന്നെ ഇപ്പം ഈ ലോകത്ത് ഇല്ല എന്ന് പറയാം. എല്ലാ കാര്യങ്ങളും നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കി കിട്ടും. പിന്നെയാണ് ഈ ട്രേഡിങ്ങിന്റെ ഈ യൂട്യൂബിൽ കിട്ടുന്ന കാര്യമാണ് ഇവർ ഇത്രയും പൈസ കൊടുത്ത് ട്രേഡിങ് കോഴ്സ് ആയിട്ട് സെല്ല് ചെയ്യുന്നത്. നിങ്ങൾക്ക് അവരെ പിയാനല്ലേ, നിങ്ങൾക്ക് ശരി, നിങ്ങൾക്ക് അത്രയും നിങ്ങളുടെ കയ്യിൽ ഫണ്ട് ഉണ്ട്, നിങ്ങൾക്ക് ട്രേഡിങ് പഠിക്കാനുള്ള ഫണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരെ സമീപിക്കാവുന്നതാണ്. ഓക്കെ, കാരണം നിങ്ങളുടെ കയ്യിൽ വലിയ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. ഓക്കെ, അതുപോലെ ഫണ്ടൊന്നും ഇല്ലാത്തവർ പോയിട്ട് ഇത്രയും വലിയ കോഴ്സ് കൊടുത്തു ട്രേഡിങ് പോയി ബൈ ചെയ്തിട്ട്, കാരണം പിന്നെ ക്യാപിറ്റൽ ഇല്ല, ട്രേഡ് ചെയ്യാൻ ക്യാപിറ്റൽ ഇല്ല, അങ്ങനത്തെ അവസ്ഥയിൽ പകുതി വെച്ച് ട്രേഡിങ് ഒഴിവാക്കി പോകുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ട്. ഓക്കെ, അപ്പം അങ്ങനത്തെ ഉള്ളൊരു അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ എന്നുള്ളത് ഇതാണ്. നിങ്ങൾ ഒരിക്കലും പെട്ടെന്ന് തന്നെ എടുത്തു ചാടിയിട്ട് പോയിട്ട് ഒരു ട്രേഡിങ് പഠിക്കരുത്. അതിന് മുന്നേ തന്നെ നമ്മൾ ബേസിക് കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കി പഠിച്ച്, നിങ്ങൾക്ക് ആ ഒരു യൂട്യൂബ് നോക്കി പഠിച്ച് നിങ്ങൾ ഒരു 100 ട്രേഡിങ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് ഇനി പൈസ കൊടുത്ത് ട്രേഡിങ് പഠിക്കണമെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, ഒരിക്കലും എനിക്ക് നാളെ തന്നെ എൻ്റെ ഡെയിലി പ്രോഫിറ്റ് ഉണ്ടാക്കണം, ഇല്ലെങ്കിൽ നാളെ തന്നെ പ്രോഫിറ്റ് ഉണ്ടാക്കണം, ആ ട്രേഡറെ പോലെ എനിക്ക് ആവണം ഒരു 2 മാസം കൊണ്ട് എന്നൊക്കെ നിങ്ങൾ മൈൻഡ് സെറ്റ് ആയിട്ട് വരുന്നതാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഒരു പ്രോഫിറ്റ് മേക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ, ഇനിയും എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റാഗ്രാമിലായാലും വാട്സപ്പിലായാലും. ഓക്കെ, വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ബിഗിനർ ആയിട്ടുള്ള ട്രേഡർ ആണെങ്കിൽ നിങ്ങൾ ധനിൽ അക്കൗണ്ട്, അത് ഡിമാർട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രോക്കറിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.